DHIC 110 ഹിസ്റ്ററി ഓഫ് ഇന്ത്യയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. ഡിസ്കസ് ദ നേച്ചർ ഓഫ് റീജിയണൽ പോളിറ്റീസ് ഡ്യൂറിംഗ് ദ 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിൽ ലോകത്തിലാകമാനമുള്ള പ്രാദേശിക രാഷ്ട്രീയ ഘടനകൾ എപ്രകാരമായിരുന്നു? യൂറോപ്പിലായാലും മറ്റെല്ലായിടത്തെയായാലും എങ്ങനെയായിരുന്നു എന്ന ചോദ്യം എസ്സേ ആണ്. 18ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും സാമ്പത്തിക രംഗത്തും ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടായൊരു കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ ആദ്യത്തെ വാചകം അത് പറയാം. യൂറോപ്പിലെന്നല്ല, ലോകത്തിലെമ്പാടും രാഷ്ട്രീയവും സാമൂഹ്യവും പൊളിറ്റിക്കൽ സോഷ്യൽ ഇക്കണോമിക് ചേഞ്ചസ് അറൗണ്ട് ദ വേൾഡ് സംഭവിച്ച അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടമാണ് 18th സെഞ്ചുറി. റീജിയണൽ പോളിറ്റീസ് ഈ കാലഘട്ടത്തിൽ വൈവിധ്യമാർന്ന സ്വഭാവങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റീജിയണൽ പോളിറ്റീസ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് എക്സിബിറ്റഡ് ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രാദേശിക രാഷ്ട്രീയ ഘടനകൾ ഇങ്ങനെ വൈവിധ്യമാർന്ന സ്വഭാവം കാണിച്ചത് എന്ന് ചോദിച്ചാൽ, ചിലപ്പോഴൊക്കെ അവരുടെ നാടിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച്, ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് അനുസരിച്ച്, കൾച്ചറൽ ഫാക്ടേഴ്സും സ്വാഭാവികമായിട്ട് അവിടുത്തെ ഭരണകൂടത്തെ എപ്രകാരം ഭരണകൂടം രൂപപ്പെടണം, അത് സ്വേച്ഛാധിപത്യം വേണോ, ജനാധിപത്യം വേണോ, അല്ലെങ്കിൽ നിയന്ത്രിത സ്വേച്ഛാധിപത്യം വേണോ എന്നൊക്കെയോ തീരുമാനിച്ചതിന്റെ പിന്നിൽ 18th സെഞ്ചുറിയിൽ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ സാംസ്കാരിക ഘടകങ്ങളും പ്രധാനമായിട്ടും ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവോൾവിംഗ് ഫ്രം ദ നേച്ചർ ഓഫ് പവർ സ്ട്രക്ചേഴ്സ്. ഇവയിലൊക്കെയാണ് ഈ അധികാര സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നത്. എക്സാമിനിങ് റീജിയണൽ പോളിറ്റീസ് ഡ്യൂറിംഗ് ദ 18th സെഞ്ചുറീസ് പ്രൊവൈഡഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ കോംപ്ലക്സ് ഡൈനാമിക്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഗവർണൻസ്. 18ാം നൂറ്റാണ്ടിലെ ഈ പ്രാദേശിക രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഭരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസി നയതന്ത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, സമൂഹത്തിന്റെ ഘടന സൊസൈറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 18th സെഞ്ചുറി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ നാളിതുവരെ ഉണ്ടായിരുന്നൊക്കെ വ്യത്യസ്തമായി ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, ഒരു രൂപാന്തരീകരണത്തിലേക്ക്, മാറ്റത്തിലേക്ക് കടന്നു വന്നൊരു യുഗമായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ ഈറയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ചാലക ശക്തികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒറ്റ സിംഗിൾ ഫാക്ടറല്ല ഈ 18th സെഞ്ചുറിയിലെ ആ പോളിറ്റിയെ, റീജിയണൽ പോളിറ്റികൾ പലയിടങ്ങളിലും പലതായിരുന്നുവല്ലോ. അതിലേക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ സ്വാധീനിച്ച ഘടകം ഏതെങ്കിലും ഒരു സോഷ്യൽ ഫാക്ടർ മാത്രമല്ല, ഏതെങ്കിലും ഒരു ഇക്കണോമിക് ഫാക്ടർ മാത്രമല്ല, ഏതെങ്കിലും ഒരു കൾച്ചറൽ ഫാക്ടർ മാത്രമല്ല, വേറെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാരണങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക്സ് അതിന്റെ പിന്നിലുണ്ടായിരുന്നു, കോംപ്ലക്സ് ആയിട്ടുള്ള ചാലക ശക്തികൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്, ഇത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചിട്ട് ഓരോ പാരഗ്രാഫ് തിരിച്ച് നമ്മളത് ചർച്ച ചെയ്യാൻ എസ്സേ ആണല്ലോ. ഇൻ യൂറോപ്പ് ദി 18th സെഞ്ചുറി വിറ്റ്നസ് ദ കണ്ടിന്യൂവേഷൻ ആൻഡ് കൾമിനേഷൻ ഓഫ് പവർ സ്ട്രഗിൾസ്. യൂറോപ്പില് അധികാര സംവിധാനങ്ങളുടെ തുടർച്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അത് കണ്ടിന്യൂവേഷന് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, അധികാര വടംവലികളുണ്ടായി. പല പ്രമുഖ ചക്രവർത്തിമാര് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ തമ്മിൽ. അപ്പോൾ എമംഗ് ദ മേജർ മോണാർക്സ്, ഇനി ചില ആൾക്കാർ സ്വേച്ഛാധിപത്യ ഭരണാധികളായിരുന്നു, മുഴുവൻ അധികാരം തങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കണമെന്ന് കരുതിയിരുന്ന അബ്സല്യൂട്ട് മൊണാർക്കുകളായിരുന്നു. സച്ച് ആസ് ദോസ് ഇൻ ഫ്രാൻസ് ആൻഡ് റഷ്യ. അത് ഫ്രാൻസിലായാലും റഷ്യയിലായാലും 18th സെഞ്ചുറിയിലുണ്ടായിരുന്ന മൊണാർക്കുകൾ അപ്രകാരമുള്ളവരായിരുന്നു. ഫ്രാൻസിലെ ചക്രവർത്തിയും റഷ്യൻ ചക്രവർത്തിയും ഒക്കെ സ്വേച്ഛാധിപതികളെ തന്നെയായിരുന്നു, അബ്സല്യൂട്ട് മൊണാർക്കികൾ തന്നെയായിരുന്നു. ദേ സോട്ട് ടു സെൻട്രലൈസ് അതോറിറ്റി. അവർ അധികാരം തങ്ങളുടെ കീഴിൽ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിച്ചത്. ആൻഡ് സ്ട്രെങ്തൻ ദ സ്റ്റേറ്റ്. അങ്ങനെ രാഷ്ട്രം എന്ന ആശയത്തെ അവർ വല്ലാതെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഫ്രാൻസിലെ കാര്യം നമുക്ക് ബർബോൺ മൊണാർക്കിയുടെ കാലത്ത് ലൂയി 14-ന്റെയും പിന്നീട് വന്ന 15-ന്റെയും കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ദേ അറ്റംപ്റ്റഡ് ടു കൺസോളിഡേറ്റ് പവർ. അവർ അധികാരത്തെ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ, സ്വരുക്കൂട്ടി ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ലീഡിങ് ടു ബോത്ത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. പക്ഷെ അങ്ങനെ ഒരാൾ ബലപ്രയോഗത്തിലൂടെ അങ്ങനെ അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആഭ്യന്തര കലാപങ്ങൾക്ക് അല്ലെങ്കിൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കും. ഒപ്പം തന്നെ നയതന്ത്രപരമായിട്ട് മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവും, ഡിപ്ലോമാറ്റിക് റൈവലറീസ് ഉണ്ടാകും വിതിൻ അതർ യൂറോപ്യൻ പവേഴ്സ്. ആ ശക്തിയും യൂറോപ്പിലുള്ള മറ്റു ശക്തികളും തമ്മിൽ ഇത് സംഭവിച്ചു. റഷ്യയ്ക്കും ഫ്രാൻസിലും അതൊക്കെ സംഭവിച്ചു. റഷ്യയില് പീറ്റർ ദ ഗ്രേറ്റ് ആണ് ഭരിച്ചിരുന്നത്, ആൻഡ് ദ കാതറിൻ ദ ഗ്രേറ്റ്. പിന്നെ കാതറിൻ ദ ഗ്രേറ്റ് ദേ എക്സ്പാൻഡഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. റഷ്യ അതിന്റെ ഭൂപ്രകൃതികൾ വിപുലീകരിച്ചു. ആൻഡ് എംബ്രേസ്ഡ് വെസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ റിഫോംസ്. പാശ്ചാത്യ ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, സാംസ്കാരികപരമായിട്ടുള്ള കൾച്ചറൽ റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. സോളിഡിഫൈങ് ഇറ്റ്സ് സ്റ്റാറ്റസ്. അതിന്റെ
പദവി അത് സോളിഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം തന്നെ മീൻവൈൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൊണ്ടുവരാൻ എംബ്രേസ്ഡ് വെസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ റിഫോംസ്, സോഷ്യൽ ആയിട്ടുള്ള സോളിഡിഫൈങ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് എ മേജർ യൂറോപ്യൻ പവർ. അങ്ങനെ ഒരു പ്രമുഖ യൂറോപ്യൻ ശക്തി എന്ന നിലയിലുള്ള അവരുടെ പദവി അവർ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതേസമയം മീൻവൈൽ സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചത്? ദേ സോ ദ റൈസ് ഓഫ് റീജിയണൽ പോളിറ്റീസ് സച്ച് ആസ് ദ ഹാബ്സ്ബർഗ് മൊണാർക്കി പോലുള്ള കൊച്ചു കൊച്ചു പ്രാദേശിക ഭരണകൂടങ്ങളിൽ ചക്രവർത്തികൾ ഇത്തരത്തിലുള്ള അവരുടെ അധികാരം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദി ഹാബ്സ്ബർഗ് റൂളിംഗ് ഓവർ എ ഡൈവേഴ്സ് അറേ ഓഫ് ടെറിട്ടറി. ഹാബ്സ്ബർഗുകൾ വെറൈറ്റി ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, ഭൂപ്രദേശങ്ങളിൽ അവർ ഭരണം നടത്തിയായിരുന്നു. ദേ ഫേസ്ഡ് ചാലഞ്ചസ് ഇൻ മാനേജിംഗ് ദ മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി എത്നിക് കോമ്പോസിഷൻ ഓഫ് ദെയർ ഡൊമൈൻസ്. അവരുടെ ഭരണത്തിന് കീഴിൽ വരുന്ന ബഹുമുഖ സ്വഭാവമുള്ള ജനതകളുടെ, വംശങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഭരിക്കാനായിട്ട് അവർ വലിയ വെല്ലുവിളി നേരിട്ടു, ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഹാബ്സ്ബർഗുകളുടെ കാര്യം. ദ പ്രാഗ്മാറ്റിക് സാങ്ഷൻ ഓഫ് 1713 attempted to secure the ഹാബ്സ്ബർഗ് സക്സഷൻ. പിന്നെ വളരെ പ്രമുഖമായ മറ്റു സംഭവം 1713 ഹാബ്സ്ബർഗിന്റെ പിന്തുടർച്ചയെ സംബന്ധിച്ചുള്ള പ്രശ്നം. റിഫ്ലക്റ്റിംഗ് ദ കോംപ്ലക്സ് ഡിപ്ലോമാറ്റിക് മാനുവേഴ്സ് നെസസറി ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ റീജിയൻ. പിന്നീട് ആ പ്രദേശത്ത് രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങളും മറ്റുമൊക്കെ നടത്തേണ്ടി വന്നു. ഇൻ ഏഷ്യ, ദി 18th century വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിക്ലൈൻ ഓഫ് എംപയേഴ്സ്. ഏഷ്യയിൽ 18ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് സാമ്രാജ്യങ്ങളുടെ അധപതനമാണ് നമ്മൾ അതിന്റെ സവിശേഷതയായിട്ട് കാണുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ കാര്യം, യൂറോപ്പിലെയും ഹാബ്സ്ബർഗിനെയും മാത്രം പറഞ്ഞാൽ പോരല്ലോ. മുഗളന്മാർ ഇന്ത്യയിൽ 18ാം നൂറ്റാണ്ടില് തീർച്ചയായിട്ടും അവരുടെ അധികാരത്തിന്റെ അധപതനം കാണുന്നുണ്ട്. പിന്നെ ഓട്ടോമൻ തുർക്കികൾ, അവരുടെ ഓട്ടോമൻ സാമ്രാജ്യം മിഡിൽ ഈസ്റ്റില്, അവിടെയും ഇടിവ് അധപതനം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തുമുള്ള റീജിയണൽ പോളിറ്റിക്സ് അഥവാ പോളിറ്റികൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. റീജിയണൽ പവേഴ്സ് ബോത്ത് പ്രാദേശിക ശക്തികൾ എല്ലായിടത്തും ഹിസ്റ്റോറിക്കൽ ആൻഡ് എമർജിങ്, പഴയ ചരിത്ര പാരമ്പര്യമുള്ളവരും പുതുതായി രൂപപ്പെട്ടു വന്നവരും പ്ലേഡ് ക്രൂഷ്യൽ റോൾസ് ഇൻ ഷേപ്പിംഗ് ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. അന്നത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കാണ് അവരെല്ലാവരും വഹിച്ചത്. ദി മറാത്ത കോൺഫെഡറസി ഇൻ ഇന്ത്യയിൽ മറാത്ത ഭരണപ്രവിശ്യ ഫോർ എക്സാമ്പിൾ എമർജ് ആസ് എ സിഗ്നിഫിക്കന്റ് ഫോഴ്സ്, ഒരു വലിയ ശക്തിയായിട്ട് പെട്ടെന്ന് രൂപപ്പെട്ടു വന്നു. ഛത്രപതി ശിവജിയുടെ ഒക്കെ ആ കാലഘട്ടം. ചാലഞ്ചിങ് ദ മുഗൾ അതോറിറ്റി, മുഗൾ ഭരണാധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ വന്നത്. ആൻഡ് എൻഗേജിങ് ഇൻ റീജിയണൽ പവർ സ്ട്രഗിൾസ്, പ്രാദേശികമായിട്ടുള്ള അധികാര സംവിധാനങ്ങളെ തീർച്ചയായിട്ടും അവര് രൂപപ്പെടുത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സിമിലർലി ദ റൈസ് ഓഫ് സിഖ് എംപയർ ഇൻ പഞ്ചാബ് ഡെമോൺസ്ട്രേറ്റഡ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് റീജിയണൽ പോളിറ്റിക്സ് ഇൻ റെസ്പോൺസ്. പഞ്ചാബിൽ അതുപോലെ തന്നെയാണ് സിഖ് സാമ്രാജ്യം ഒരു ഡൈനാമിക്കായ പൊളിറ്റിക്സ് രൂപപ്പെടുത്തിയെടുത്തു എന്നും നമുക്ക് കാണാം.